ഹലോ ഗൈസ്, അപ്പോൾ ചിറങ്കീഴിൽ നിന്നും കോഴിക്കോടേക്ക് ഞാനൊരു ഫ്രണ്ടിൻ്റെ മാരേജിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്കും അമൃത അവിടെ നിന്ന് കേട്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടെ കോഴിക്കോട് എത്തിയിട്ട് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അനു വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സ്നേഹ, പൂജ, ശ്രീഷ്മ, ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരു വർഷത്തിന് ശേഷം കേട്ടോ ഞാൻ ഇവരൊക്കെ കാണുന്നത്. എൻ്റെ കല്യാണത്തിലായിരുന്നു ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ ഒന്നിച്ച് കണ്ടപ്പോൾ ലീവിന് പോയിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് എത്തിയ ആ ഒരു വൈബായിരുന്നു എല്ലാവരും തമ്മിൽ കേട്ടോ. പിന്നെ ഞങ്ങൾ ശ്രീഷ്മയുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്തിനാണ് പിന്നെ കോഴിക്കോട് പോയിരുന്നു, കാരണം ഇവരെല്ലാവരും കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോരായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേന്ന് കല്യാണത്തിനോട് റെഡി ആയപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തി. മലപ്പുറം സാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ജിഷ്ണ. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറാൻ പോകാം കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഹിന്ദു കല്യാണത്തിന് ഈ ബിരിയാണിയൊക്കെ കഴിക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഭാഗത്തേക്ക് അങ്ങനെയൊന്നുമില്ല, മലപ്പുറത്തൊക്കെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ തിരിച്ച് ശ്രീഷ്മയുടെ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും പൂജയും കണ്ട എപ്പോഴും ഡാൻസാണ്, കാരണം എൻ്റെ ഡാൻസിങ് പാർട്ട്ണറാണ് പൂജ. കോളേജോട്ട് നമ്മൾ ഒരുമിച്ചാണ് എപ്പോഴും പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത്. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു.